കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ MT വാസുദേവൻ നായരുടെ പ്രസംഗം കേന്ദ്ര സർക്കാരിനെ ഉദ്ദേശിച്ച് എന്നാണ് LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം. രാജ്യത്തിന്റെ അവസ്ഥയിൽ മനം നൊന്താകും MTയുടെ പ്രതികരണം. കേരളത്തിലെ സാഹചര്യവുമായി പ്രസംഗത്തിന് ബന്ധമില്ല എന്നാണ് EP ജയരാജൻ പറയുന്നത്. ആ പ്രസംഗത്തിലൊന്നും കേരളത്തെ ബാധിക്കുന്നതേയല്ല, അദ്ദേഹം പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്തത്. അതിനെ ഈ ഇടതുപക്ഷ വിരുദ്ധ ഒരു അവസ്മാരം കയറിയിട്ടുള്ളവരുണ്ട്. അവർക്കിതിനെ എങ്ങനെയെല്ലാം ഇടതുപക്ഷ ഗവൺമെന്റിനും CPM-നും പിണറായി വിജയനുമെതിരായി തിരിച്ചുവിടാൻ കഴിയും, അതിനുള്ള നല്ല ശ്രമം നടത്തുന്നു. അത്രയേ ഉള്ളൂ. രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തുകൊണ്ട് ഒരു ഫാസിസ്റ്റ് ഭീകരതയിലേക്ക് രാജ്യത്തിനകത്ത് ഉയർന്നു വരുന്ന വർഗീയ ധ്രുവീകരണം ഏത് മനുഷ്യസ്നേഹിയെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഏത് മനുഷ്യസ്നേഹിയുടെയും കവികളുടെയും സാഹിത്യകാരന്മാരുടെയും മനസ്സിൽ ദുഃഖമുണ്ടാക്കുന്നതാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷത സംസ്കാരം തകർക്കപ്പെടുകയാണ്. അത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മഹൽ വ്യക്തികളിൽ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ടാകും. അതിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ അവർ പല രൂപത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ടാകും. ഞാൻ കാണുന്നത് അതാണ്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി MT നടത്തിയ പ്രസംഗമുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. എന്താണ് EP ജയരാജൻ നൽകുന്ന വിശദീകരണം? അഭിജിത്ത്. ഡോക്ടർ ഉന്മേഷ്, EP ജയരാജന്റെ പ്രതികരണം MTയുടെ വിമർശനം അല്ലെങ്കിൽ MTയുടെ ആ ഒരു പ്രസംഗത്തെ ചിലർ ദുർവ്യാഖ്യാനം ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിൽ MT നടത്തിയ പ്രതികരണം കേന്ദ്ര സർക്കാരിനെ ഉദ്ദേശിച്ചുള്ളതാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് നിലവിൽ LDF കൺവീനർ EP ജയരാജന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. നേരത്തെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ MT നടത്തിയ ആ ഒരു വിമർശനം അല്ലെങ്കിൽ പരോക്ഷമായ രീതിയിൽ കേരള സർക്കാരിനെ, സംസ്ഥാന സർക്കാരിനെ ഉദ്ദേശിച്ച് പ്രത്യേകിച്ച് പിണറായിയെ ചൂണ്ടിക്കാട്ടി നടത്തിയ ആ ഒരു വിമർശനം പല കോണുകളിൽ നിന്ന് ആ രീതിയിലുള്ള ഒരു പ്രതികരണം വന്നിരുന്നു. പക്ഷേ EP ജയരാജൻ ഇക്കാര്യത്തിൽ പറയുന്നത് അത് കേന്ദ്രത്തിന്റെ നിലപാടുകളെ, കേന്ദ്രത്തിന്റെ നിലവിൽ കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ, കേന്ദ്രത്തിന്റെ നിലപാടുകളെയൊക്കെ തന്നെ വിമർശിച്ചാണ് MT ഇത്തരത്തിൽ ഒരു വിമർശനം നടത്തിയിരിക്കുന്നത്. അതൊരിക്കലും സംസ്ഥാന സർക്കാരിനെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്നുള്ളതാണ്. നേരത്തെ ഈ ഒരു പ്രതികരണത്തിൽ അല്ലെങ്കിൽ MTയുടെ ഒരു പ്രസംഗത്തിൽ ഈ സോവിയറ്റ് റഷ്യയുമായി ബന്ധപ്പെടുത്തിയൊക്കെ ചില ഉദാഹരണങ്ങൾ MT മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത്തരം സാഹചര്യങ്ങൾക്ക് കേരളത്തിലെ സാഹചര്യവുമായി ബന്ധമില്ല എന്നും EP ജയരാജൻ പറയുന്നു. ഒപ്പം തന്നെ ഈ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതും, ഒപ്പം തന്നെ ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ വ്യക്തിപൂജയുമായി ബന്ധപ്പെടുത്തി ഈ MT പറഞ്ഞത്, അതൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ എങ്ങനെയാണ്, രാജ്യത്ത് ഏത് രീതിയിലാണ് BJP സർക്കാർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇതിനെയാണ് ഇത്തരത്തിൽ ഒരു വിമർശന ബുദ്ധിയ MT കണ്ടത് എന്നും EP ജയരാജൻ കൂട്ടിച്ചേർക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ വ്യക്തിപൂജയ്ക്ക് CPIM പണ്ട് മുതലേ എതിരായിരുന്നു. അത്തരത്തിലുള്ള നിലപാടാണ് CPIM പണ്ട് മുതൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും ആ തരത്തിലുള്ള നിലപാടുകളാണ് ഉള്ളത്. പക്ഷേ ചില രീതിയിൽ ചിലരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പിണറായിയോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ഇത്തരത്തിൽ ബഹുമാനം ഉണ്ടാകാം. നമ്മൾ കാണുന്നതാണ് മന്നത്ത് പത്മനാഭന്റെ ഒക്കെ ഫോട്ടോ അല്ലെങ്കിൽ EMS, AKG തുടങ്ങിയ നേതാക്കളുടെ ഫോട്ടോ നടത്തിയ അതേ നിലപാട്, ആ പ്രസ്താവന, വീരാരാധനയുണ്ട് ചിലർക്ക് പിണറായിയോട് എന്നുള്ള അതേ പ്രസ്താവന അദ്ദേഹം വീണ്ടും ഈ വിഷയത്തിൽ ആവർത്തിക്കുന്നതാണ് നമ്മൾ ഇന്നും കണ്ടത്. വസന്തകുമാരി പറയുന്നത് അത്യാവശ്യം എല്ലാവരുടെയും ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. MT അത് സധൈര്യം മുഖതാവിൽ പറഞ്ഞു, അത്ര തന്നെ എന്നാണ് ഒരു പ്രതികരണം ഇപ്പോൾ യൂട്യൂബിൽ വരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.